ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള പീഡനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പരാതിയാണ് കുട്ടി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുള്ളത്. പോലീസ് ഇവിടെ വന്നിട്ട് മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ കേസ് ഏറ്റവും നല്ല രൂപത്തിൽ ഇനിയൊരു കുട്ടിക്കും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഉണ്ടാവാതെ വിധത്തിൽ ഇത് സമൂഹം തന്നെ ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഏറ്റെടുക്കാനും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആകെ തകർന്നു പോവുകയല്ല വേണ്ടത്. ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പാടില്ല. നമ്മുടെ പെൺകുട്ടികൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പൊതു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ അവളെ വിവാഹം കഴിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കുക എന്നാണ്, പന്തലിലേക്ക് ഇറക്കി വിടുക, കെട്ടിച്ചു വിടുക എന്നുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവിടെ എത്തിച്ചേർന്നത് കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസം ആ പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലെത്തി എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പരിക്ക് പറ്റി കിടക്കുന്ന ആ പെൺകുട്ടിയെ കാണാനും അവൾക്ക് എന്തൊക്കെയോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്താനും പരാതി കൊടുക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനങ്ങൾ. നമുക്കറിയാം, മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സ്ത്രീധനം ചോദിച്ച സ്ത്രീധനം നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ വിവാഹം മുടങ്ങിയപ്പോ വിവാഹമാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ടാണ്, വിവാഹം മുടങ്ങിപ്പോയപ്പോ ജീവിതം തന്നെ നശിച്ചു പോകുന്നു എന്നുള്ള ചിന്ത നമ്മളെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. തീർച്ചയായും വിവാഹമല്ല ഒരാളുടെ ജീവിതത്തെ, ഒരു പെൺകുട്ടിയുടേതായാലും ആൺകുട്ടിയുടേതായാലും അത് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ വിവാഹത്തോടു കൂടിയിട്ട് എല്ലാം ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ള രൂപത്തിൽ കാണുന്നത് ശരിയല്ല. നമ്മുടെ അതിജീവിതകൾക്ക് ഏറ്റവും നല്ല പരിരക്ഷ കൊടുക്കാനും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാനുമാണ് പൊതുസമൂഹം തയ്യാറാവേണ്ടുന്നത് എന്നുകൂടെ ഇതിനോടൊപ്പം അഭ്യർത്ഥിക്കുന്നു.